എന്റെ ഗുരുക്കന്മാർ എന്റെ ഐഡൽസ് ആണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ ഇസ് സോ ഇമ്പോർട്ടന്റ്. ആൻഡ് നീറ്റ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ലീക്ക് ആവുമ്പോൾ അതിനു വേണ്ടി പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, അതിനു വേണ്ടി ബുദ്ധിമുട്ടി കാശുണ്ടാക്കി ഈ കുട്ടികളുടെ പഠിത്തം നോക്കുന്ന ആ അച്ഛനമ്മമാരുടെ ഒക്കെ സ്വപ്നം തകർന്നു പോവാണ്. ആൻഡ് ആ അത്രയും ബുദ്ധിമുട്ട് വീണ്ടും ഒന്ന് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഇറ്റ്സ് ലൈക്ക്, ബിക്കോസ് ഞാനത് ചെയ്യാത്ത ഒരാളാണ്. സോ ഈ ഒരു സംഭവം ഇത്രയും ലാഘവത്തോടെ, ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാതെ, ഒരു ഡയലോഗിന് വരാതെ അവരത് ധാർഷ്ട്യത്തോടെ കാണുമ്പം why should we accept it? We elected you, we put you there, you take care of us, you do your job, we don't work for you, so don't shut us up. I don't understand this attitude of anybody. So this is not, I keep saying this, whoever is in power, അത് ഏത് പാർട്ടി ആയാലും നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്, മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല. So I want to tell all the youngsters here, how many of you have a voter's ID? Use your freaking right. 2029, when it comes time to vote, vote. Because നിങ്ങൾ വോട്ട് ചെയ്താലേ മാറ്റം വരൂ. നിങ്ങളാണ് ഈ രാജ്യത്തെ 70% ആൾക്കാര്. നിങ്ങൾ ഇതെനിക്കറിയാം. എന്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ വോട്ടേഴ്സ് ഐ ഡി എടുത്തത് വോട്ട് ചെയ്യാൻ. ബിക്കോസ് എനിക്കത് മനസ്സിലായില്ല. I didn't know the importance of what a country can do for its people if you put the right people in power and the wrong people in power. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പോയി ചെയ്തു. And I don't miss it. And you shouldn't do it too, because you guys are much smarter than us. And the way you guys are handling it, can I tell you, ഇന്നത്തെ ഈ Gen Z എന്ന് പറഞ്ഞ ആൾക്കാര് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി is incredible. അവർ ഈ ലാത്തി ചാർജിനെ ഒക്കെ ഭയങ്കര ഒരു വൈബാക്കി മാറ്റിയേക്കാണ്. They've made lathi charge cool, tear gassing a first time experience. And it's not a joke. ഇപ്പോൾ എന്താ പറ്റിയെന്നറിയാവോ, ആ ഒരു പ്രൊട്ടസ്റ്റ് മര്യാദയ്ക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഫർഗെറ്റ് ദ പ്രൊട്ടസ്റ്റ്, അതിനു മുമ്പ് ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗിന് ഇവര് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായേനെ. ഇനി ആ വിട്ടുവീഴ്ച ഉണ്ടാവോ? ബിക്കോസ് അടിച്ച് പപ്പടമാക്കി ആണ് ഈ കൊച്ചുങ്ങളെ മാറ്റിയിരിക്കുന്നത്. അതും യൂണിഫോമിൽ ബാഡ്ജ് നെയിംസ് ഇല്ലാത്ത ആൾക്കാര്, യൂണിഫോം ഇല്ലാത്ത ആൾക്കാര്, ഗുണ്ടകളാണ് അവിടെ. ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരുന്നില്ല മെയിൻ സ്ട്രീം മീഡിയ. Okay, you have to believe me when I say this. What you're seeing on mainstream media is a whole different narrative. പോപ്പിക്കൂടെ വിട്ടൊരു കളിയില്ല. അത് പ്ലാന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് നമുക്കറിയാം. അത് അവർ തന്നെ ഇറക്കിയ ആൾക്കാരാണ്. എന്നിട്ട് എല്ലാരും കുഞ്ഞുങ്ങളെ പോലെ, എല്ലാരും നമ്മളെ പോലെ തന്നെ ഇരിക്കും. അവരുടെ കല്ലെറിഞ്ഞാൽ നമ്മൾ പറയും കുട്ടികൾ കല്ലെറിയാണെന്ന്. എന്നിട്ട് പോലീസിന് ഡാമേജ് ആയെന്ന്. ഈ കൊച്ചുങ്ങളെ അടിക്കും. ഇത് കൊച്ചുങ്ങൾ പറഞ്ഞാൽ 15 വയസ്സ് 12 വയസ്സുള്ള കൊച്ചിനൊക്കെ ചെപ്പക്കുരുക്കൾ എടുക്കുന്നത്, ഈ ലാത്തിയിൽ ആണിയൊക്കെ വെച്ചിട്ട്. What is this? Is this a democracy? When people are asking for accountability, you use force on them? It's not acceptable. It is not acceptable. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ജനാധിപത്യം മരിച്ചോ, ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോയി. കേരളത്തിൽ നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് ശരിക്കും. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടെങ്കിലും നമ്മൾ വി ഹാവ് ഹ്യൂമാനിറ്റി അല്ലേ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആയിരുന്നു ഇതിന്റെ തുടക്കത്തിലെ കോസ്. ഇന്ന് അത് മനുഷ്യത്വമായി മാറിയിരിക്കുകയാണ് ഈ പോരാട്ടം. പക്ഷെ ആ പ്രൊട്ടസ്റ്റിൽ അവർ അങ്ങനെ ഹാൻഡിൽ ചെയ്തത് കൊണ്ട് ഇപ്പോ രാജ്യം മുഴുവൻ യുവത്വം ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാണ് Gen Z and everybody down below. You make sure if they need a train ticket, you buy them that train ticket. If they need money for food, you send them their money for food. If they need medicine, you give them medicine. If they need legal advice, you give them legal advice. Because we don't want to live in a country where you don't listen to us. Right? And you guys need to scream louder and harder. And all I want to say is I'm so proud of the future. അടുത്തൊരു കുറച്ച് നാള് നിങ്ങളും കൂടെ വളർന്നു വന്ന് you'll be able to do amazing things for the country, and I'm rooting for you, and I really hope that education വലിയ വലിയ മാറ്റങ്ങൾ വരും. അവർ ചോദിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ, മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ഓരോ കുടുംബത്തിനും 1 കോടി രൂപ വെച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോനം വാങ്ചുക്ജിന്റെ കൂടെ ഒരു കോൺവെർസേഷന് വേണ്ടി നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹങ്കർ സ്ട്രൈക്ക് ആ ഒരു കോൺവെർസേഷൻ നടന്നാൽ നിൽക്കും. ഐ തിങ്ക് ഓൾസോ ഈ അടികിട്ടിയ കുട്ടികളുടെ അഗേൻസ്റ്റ് കുറെ കേസസ് ഒക്കെ ഉണ്ട്, അതും വിഡ്രോ ചെയ്യണം എന്നാണ്. ഇതൊക്കെ ചെയ്താൽ ദേ ആർ റെഡി ടു സ്റ്റോപ്പ് ഇറ്റ് ഓൾ. ബട്ട് please screaming, please keep shouting, keep raising your voice, because you can't silence us. Use your voice. Thank you so much for being here. Thank you for having me. ഒരു വഴി കൂടെ പറഞ്ഞു നിർത്തിക്കോട്ടെ. കുറെ ആൾക്കാർ എന്നെ നന്നായി തെറി വിളിക്കുന്നുണ്ട് ഓൺലൈനില്. 2 വാക്ക് അവർക്ക് വേണ്ടി. എന്റെ പൊന്നു ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെ, അനിയത്തിമാരെ,
ഇത് എന്റെ ശബ്ദം, ഇത് എന്റെ സ്വാതന്ത്ര്യം, ഇത് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് എന്തിനെ കുറിച്ചെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഞാനൊന്നും പറയാൻ വരത്തില്ല.